ധർമ്മട മണ്ഡലത്തെ ആവേശത്തിലാക്കി മുഖ്യമന്ത്രിയുടെ വാഹന പര്യടനം പുരോഗമിക്കുകയാണ്. ഇതാ അക്ഷരാർത്ഥത്തിൽ ആ റോഡിന്റെ ഇരുവശവും ചെങ്കടലായി മാറുന്ന കാഴ്ചയാണ്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, മുഖ്യമന്ത്രിയുടെ വാഹന പര്യടനം ഇതാ അടുത്ത സ്വീകരണ കേന്ദ്രത്തിൽ എത്തിയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതാ പെരളശ്ശേരിയിലെ പര്യടനത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ റോഡ് ഷോ ഇപ്പോൾ ചിറക്കുനിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ കേന്ദ്രങ്ങളൊക്കെ LDF-ൻ്റെ പ്രത്യേകിച്ച് CPIM-ൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. നമ്മുടെ മണ്ഡലം ഒന്നാകെയും CPIM-ൻ്റെ ഏറ്റവും കരുത്തുറ്റ കോട്ടയാണ്. മുഖ്യമന്ത്രി പിണറായിക്ക് വ്യക്തിപരമായി നേരിട്ടറിയുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ MLA എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലുമൊക്കെ ഈ മണ്ഡലത്തിന് വേണ്ടി നടത്തിയ വലിയ വികസന പ്രവർത്തനങ്ങൾ, ഈ നാടിന് വേണ്ടി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അതൊക്കെ ഈ നാട്ടുകാർ വളരെ സ്നേഹത്തോടു കൂടി അവർ നെഞ്ചോട് ചേർത്ത് വയ്ക്കുകയാണ്. നമ്മൾ നേരത്തെയൊക്കെ പ്രതികരണം ആരാഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ് നാട്ടിൻപുറത്തെ സാധാരണ മനുഷ്യർ. ഇതൊരു നാട്ടിൻപുറമാണ്, ഒരു ഗ്രാമീണ മേഖലയാണ്. ഇവിടെയുള്ള സാധാരണ മനുഷ്യരുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മൾ ചേർത്ത് പിടിച്ചത് അവരല്ലേ, ആ നേതാവല്ലേ എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു വികാരം. അത് വളരെ ചെറിയ പ്രായം മുതൽ തന്നെ, അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാന കാലം മുതൽ തന്നെ വളരെ വൈകാരികമായ അടുപ്പമുള്ള മണ്ണാണ് ഈ പെരളശ്ശേരിയും അതോടൊപ്പം തന്നെ ചിറക്കുനിയുമൊക്കെ. ഇവിടെ അബു ചാത്തുക്കുട്ടി രക്തസാക്ഷികളുടെ അനശ്വരമായ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണ് കൂടിയാണ്. ഇവിടെ മുഖ്യമന്ത്രിയെ വരവേൽക്കുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെയൊക്കെ ദൃശ്യങ്ങൾ കാണിച്ചതുപോലെ തന്നെ പാതയുടെ ഒരു വശം ചേർന്നുകൊണ്ട് നൂറുകണക്കിന് ആൾക്കാരാണ്. പ്രായഭേദമന്യേ നമുക്കിതാ ചെറിയ കുട്ടിയെ കാണാം, പ്രായമുള്ള ആൾക്കാരെ കാണാം, അതുപോലെ തന്നെ സ്ത്രീകളും പുരുഷന്മാരും, അങ്ങനെ വലിയ നിര തന്നെയാണ് ഈ കേന്ദ്രങ്ങളിലൊക്കെ അണിനിരന്നിരിക്കുന്നത്. അത് ഇവിടെ മാത്രമല്ല, വരുന്ന വഴികൾ, അതോടൊപ്പം ഇത് കഴിഞ്ഞ് ചിറക്കുനി പിന്നിട്ടിനി മീത്തല പീടികയിലേക്കാണ്. അവിടെ നിന്നും മുഴപ്പലങ്ങാട് വഴി അങ്ങനെ ഈ മണ്ഡലം ചുറ്റി ഒടുവിൽ പിണറായിലാണ് ഈ ഇന്നത്തെ റോഡ് ഷോ സമാപിക്കുക. ഈ കേന്ദ്രങ്ങളിലൊക്കെ ആകെ 10,000 ആ പിണറായിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന് വിജയാശംസകൾ നേരുന്നതിന് വേണ്ടി, അദ്ദേഹത്തിനെ പിന്തുണക്കുന്നതിന് വേണ്ടി ഇവിടങ്ങളിലൊക്കെ തടിച്ചുകൂടി നിൽക്കുകയാണ്. അക്ഷയ്, തീർച്ചയായും മുഖ്യമന്ത്രിയുടെ വാഹന പര്യടനം അവിടെ എത്തിയോ കുട്ടൻ? എന്താണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ള വിവരം? അക്ഷയത, ഇവിടെയൊക്കെ മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ ഇപ്പോൾ ഇവിടെയൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. അതിൻ്റെ തൊട്ട് പിറകിൽ തന്നെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹമുണ്ട്. ഈ ഇരുവശങ്ങളിലുമായി, അതായത് CPM പ്രവർത്തകർ മാത്രമല്ല, പൊതുജനങ്ങൾ മുഖ്യമന്ത്രി വരുന്നുണ്ട്. അതായത് ഇവിടെ ഈ പൊതുജനങ്ങളും ഒക്കെ പിണറായിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതിന് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നുണ്ട്. അവരോടൊക്കെ കൈവീശിക്കൊണ്ടാണ് മുഖ്യമന്ത്രി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമയമെടുക്കുന്നത് ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് വേണ്ടി. പെരളശ്ശേരിയിൽ നിന്നും ഏതാണ്ട് 4 മണിയോടുകൂടി ആരംഭിച്ച റോഡ് ഷോ ഇതായിപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ പിന്നിട്ടപ്പോഴും ചിറക്കുനിയിലേക്ക് മാത്രമാണ് എത്തിയിരിക്കുന്നത്. ഇനിയും നിരവധി സ്വീകരണ കേന്ദ്രങ്ങളുണ്ട്. അവിടങ്ങളിലൊക്കെ ഈ പറയുന്നത് പോലെ ഒരുപാട് ജനങ്ങൾ ഇവിടെ അദ്ദേഹത്തെ വരവേൽക്കുന്നതിന് വേണ്ടി എത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹം കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി അല്പസമയത്തിനും തന്നെ ഇവിടേക്ക് എത്തും. അദ്ദേഹം ഇവിടെ ഈ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ജനങ്ങളോട് പ്രസംഗിക്കുക അല്ലെങ്കിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നില്ല. വാഹനത്തിൽ നിന്ന് തന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് പോവുകയാണ്. കാരണം ഒരുപാട് കേന്ദ്രങ്ങൾ പിന്നിടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം മറ്റ് മണ്ഡലങ്ങളിൽ, മറ്റ് ജില്ലകളിലൊക്കെ പര്യടനത്തിനായിരുന്നു. ആ ഘട്ടത്തിൽ ഇവിടെയുള്ള പ്രവർത്തകർ തന്നെയാണ് എല്ലാ പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടത്തിയത്. അദ്ദേഹം തന്നെ, പിണറായി തന്നെ പല ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നു, ഇവിടുത്തെ പ്രവർത്തകർ സ്ഥാനാർത്ഥിയായി തന്നെ പ്രവർത്തിക്കുകയാണ്. ഓരോ വീടുകളിലും കയറി അവിടെ വോട്ട് അഭ്യർത്ഥിക്കുന്നു. സ്ക്വാഡ് വർക്കുകൾ വളരെ സജീവമായി നടത്തുന്നു. ഇന്നിപ്പോൾ ഈ റോഡ് ഷോ കൂടി പൂർത്തിയാവുന്നതോടുകൂടി തന്നെ ധർമ്മട മണ്ഡലം ആകെ ഇളകി മറിയും. കഴിഞ്ഞ 2 തവണകളായി നമുക്കറിയാം, 2016 പിണറായി മത്സരിക്കുമ്പോഴുള്ള ഭൂരിപക്ഷമായിരുന്നില്ല 2021 വലിയ ചരിത്ര ഭൂരിപക്ഷത്തിനാണ് ധർമ്മട മണ്ഡലം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പ്, അതായത് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ 9-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ പിണറായിക്ക് അതിൽ കൂടുതൽ, കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുക എന്നുള്ളതാണ് മണ്ഡലത്തിലെ ഓരോ പ്രവർത്തകരും ആഗ്രഹം. അവരൊക്കെ നമ്മൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ നേരത്തെ അത്തരം കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിരുന്നു. ഇതാ വാഹന വ്യൂഹം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി ഇതാ ചിറക്കുനിയുടെ മണ്ണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇതാ മുഖ്യമന്ത്രിയുടെ വാഹന പര്യടനം ചിറക്കുനിയിൽ എത്തി നിൽക്കുന്നു. കാണാം, പിണറായി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ ദൃശ്യങ്ങളാണ്. പിണറായിക്കൊപ്പം KK രാഗേഷ് ഉണ്ട്, CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉണ്ട്,
വഴി നീളെ നിൽക്കുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പിണറായി മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലൂടെ, അദ്ദേഹത്തിൻ്റെ കേന്ദ്രത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ്. ഇരുവശവും നമുക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടി സാധിക്കും. ജനങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞുകൊണ്ട് അഭിവാദ്യം ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ കേന്ദ്രങ്ങളിലും. ഇപ്പോൾ ചെറുക്കുനിയിലെ സ്വീകരണം കഴിഞ്ഞ് ഇനി മീത്തലെ പീടികയിലേക്കാണ്